عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل لأحد فيها شيئا. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ ഒരു ദിവസത്തിന്റെ മുഖ്യഭാഗവും അവന്റെ ദീൻ കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് അല്ലാഹു അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായി മനസ്സിലാക്കി അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഈ ഒരു സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു ഇത്തത്തിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു കർമ്മം, ഈ ഒരു അമൽ, അത് വലിയ ശ്രേഷ്ഠതകളുള്ള ഒരു അമലാണ്. നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അമലാണ്. അപ്പൊ ഈ ഒരു അമൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അത് സ്വാലിഹായ അമലാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് മാത്രമായി നമ്മുടെ നിയ്യത്തിൽ, ഉദ്ദേശത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അമലുൻ സ്വാലിഹ് ആകുള്ളൂ, സൽക്കർമ്മാകുള്ളൂ. അങ്ങനെ അമലുൻ സ്വാലിഹ് ആയാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. അമലുകൾ അല്ലാഹു പരിഗണിക്കുക, അതിന് അല്ലാഹു സ്വീകരിക്കുക, അതിന് അല്ലാഹു പ്രതിഫലം നൽകുക നിയ്യത്തുകൾ പരിഗണിച്ചുകൊണ്ടാണ്. നമ്മൾ എന്താണോ നിയ്യത്ത് വെച്ചത് അത് മാത്രമേ നമുക്കുണ്ടാകുള്ളൂ. ഇഖ്ലാസുള്ള, ശുദ്ധിയുള്ള നിയ്യത്തുണ്ട് എങ്കിൽ അതിനനുസരിച്ച് പ്രതിഫലം നമുക്കുണ്ടാകും. മോശമായ നിയ്യത്താണ് എങ്കിൽ അതനുസരിച്ച് അത് അല്ലാഹു നൽകും. ഒരു നിയ്യത്തില്ല എങ്കിൽ ഈ അമൽ കൊണ്ട് ഒരു ഉപകാരവും നമുക്കുണ്ടാകൂല. അതുകൊണ്ട് ഈ ഒരു അമൽ, നമ്മളെടുത്ത ഈ ഒരു പണി, അത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് ആദ്യാവസാനം വരെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു മജ്‌ലിസ് അവസാനിക്കുമ്പോൾ നമ്മുടെ നിയ്യത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധീകരിക്കുവാൻ, അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുവാൻ, അത് ശരിയാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അതല്ല എങ്കിൽ നമ്മുടെ ഈ ഒരുത്തം കൊണ്ട് ഒരു ഉപകാരവും നമുക്ക് ദുനിയാവിലോ പരലോകത്തോ ലഭിക്കൂല. നമ്മളിവിടെ വന്നത്, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ഒരു വാശിക്കപ്പുറത്തോ ഒരാളെ തോൽപ്പിക്കാനോ അതല്ലെങ്കിൽ നമ്മളുടെ ആൾപ്പൊരുപ്പം കാണിക്കാനോ ഒന്നുമല്ല. എന്തിനാണ് നമ്മൾ വന്നത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം സംഘടിപ്പിച്ചത്? പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്, പഠിക്കാനാണ്, പകർത്താനാണ്, പകർന്നു നൽകാനാണ്. ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടായിരിക്കണം. ആ നിയ്യത്ത് ഇല്ല എങ്കിൽ നമ്മൾ ക്ഷീണിച്ചത് വെറുതെയാകും, നമ്മൾ സമയം ചെലവഴിച്ചത് വെറുതെയാകും. അതുകൊണ്ടൊരു ഉപകാരവും നമുക്കുണ്ടായിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി സംസാരം നിർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേട്ട, നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വദക്കിർ ഫഇന്ന الذിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്, ഓർമ്മ പുതുക്കി കൊടുക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം.
അതുകൊണ്ട് പരലോകവുമായി ബന്ധപ്പെട്ട്, ഖബറുമായി ബന്ധപ്പെട്ട്, ദുനിയാവിന്റെ നിസ്സാരതയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ആയത്തുകൾ, ചില ഹദീസുകൾ, മുൻഗാമികളുടെ ചില വാക്കുകൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി എന്റെ സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു വയസ്സ് അത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലം പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും എനിക്കൊരു വയസ്സ് കൂടി എന്ന് പറയും. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ ഖബറിലേക്ക് ഒരു വർഷം നമ്മൾ അടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ മരണത്തിലേക്ക് ഒരു കൊല്ലം നമ്മൾ അടുക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിബൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കും, വിചാരണ അടുത്തെത്തിയിരിക്കും. എന്നാൽ ജനങ്ങൾ ഗഫ്ലത്തിലായി, അശ്രദ്ധയിലായി അവർ തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശറാക്കി നഅലിഹി വന്നാറു മിസ്ലു ദാലിക്. സ്വർഗവും നരകവും നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപസ്ഥമാണ് എന്ന്. അഥവാ നമ്മുടെ മരണം തൊട്ടടുത്തു തന്നെയുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, യബ്ന ആദം, മനുഷ്യ, ഇന്നമാ അൻത അയ്യാമും മജ്മൂഅ, നീ എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ മാത്രമാണെന്ന. കുല്ലമാ മദാ യൗമുൻ മദാ ബഅദുക്, നിന്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്തോറും നിന്റെ ആയുസ്സാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ ഈ ജീവിതം അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോ, പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കയ്യിൽ അവിടത്തേക്ക് പോകുവാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. മരണം പെട്ടെന്നാണ് വരിക, മരണം പെടുന്നനെ ആയിരിക്കും വരിക, ഒരു മുന്നറിയിപ്പും ഉണ്ടായിരിക്കുകയില്ല. മരണത്തിന് നമ്മൾ പ്രായമോ നമ്മളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയോ ഒന്നും അറിയില്ല. മരണത്തിന് യുവാക്കളെയോ വൃദ്ധരെയോ ചെറിയ കുട്ടികളെയോ അറിയുകയില്ല. ആരെയും മരണം പിടികൂടാം, എപ്പോഴും പിടികൂടാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മരണം പിടികൂടും. കെട്ടിയുയർത്തപ്പെട്ട ഭദ്രമായ കോട്ടകളിലാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടും. അള്ളാഹു പറഞ്ഞ കാര്യമാണ് അത്. അതിലെ യാതൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. അത് ഖുർആനിന്റെ ആയത്തുകൾ വെച്ച്, ഹദീസുകൾ വെച്ച്, മുൻഗാമികളുടെ വാക്കുകൾ വെച്ച് അത് വിശദീകരിക്കേണ്ട ആവശ്യമല്ല. കാഫിറാകട്ടെ, മുസ്ലിം ആകട്ടെ, മുനാഫിഖാകട്ടെ, അള്ളണ്ട് എന്ന് പറയുന്നവനാകട്ടെ, അള്ളല്ല എന്ന് പറയുന്നവനാകട്ടെ, ഒരു ദിവസം മരിക്കും എന്ന് ഉറപ്പുള്ള ആളുകളാണ് എല്ലാവരും. എങ്കിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആ യാഥാർത്ഥ്യത്തിനെ പറ്റി നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നതിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മരണത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. എല്ലാ നഫ്സും മരണം ആസ്വദിക്കും, പിന്നീട് അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും. ഇതേ ആയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവൽ ഖത്ൽ. നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓടി രക്ഷപ്പെടൽ ഒരിക്കലും ഉപകരിക്കുകയില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ വളരെ വിദൂരത്തായി കാണുന്ന, നിങ്ങൾ പേടിച്ച് നിൽക്കുന്ന ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മരണം പിന്നിൽ നിന്ന് വന്ന് നിങ്ങളെ പിടികൂടുമെന്നല്ല പറഞ്ഞത്, നിങ്ങളെ നേർക്ക് നേർ കണ്ടുമുട്ടും. നേർക്ക് നേരെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് പേടിച്ച് ഭയപ്പെട്ട് ഓടുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങേയറ്റം ഭയമുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ പേടിച്ച് വരണ്ട് ഓടുകയാണെന്ന് സങ്കല്പിക്കുക. ആ പേടിക്കുന്ന അതേ സംഗതി നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് പറഞ്ഞത് ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കുല്ലു ഇബ്നി ഉൻസ വഇൻ ത്വാലത് സലാമതുഹു യൗമൻ അലാ ആലതി ഹദ്ബാ മഹ്മൂലു എന്ന. ഏതൊരാളും ജനിച്ചു വീണ ഏതൊരാളും എത്ര തന്നെ അവന്റെ ആയുസ് വർദ്ധിച്ചാലും മയ്യത്ത് കട്ടലിൽ അവൻ ചുമക്കപ്പെടുന്ന ഒരു ദിവസം അവന് വരാനുണ്ട് എന്ന് അള്ളാഹു ഒരുപാട് ഉണർത്തിയിട്ടുണ്ട് മരണത്തിനെ കുറിച്ച്. ആ മരണത്തിന്റെ രംഗം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് വളരെ ഗുരുതരമായ ഭയാനകമായ രംഗാണ്. മരണത്തിന്റെ രംഗമെന്ന് പറഞ്ഞാൽ അത് വളരെ ഭീതിയുള്ള രംഗമാണ്. ആ ഭീതിയുള്ള ഗൗരവകരമായ ആ രംഗങ്ങളിലൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരും അത് തരണം ചെയ്യുക തന്നെ ചെയ്യും. ആ രംഗം നമ്മളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും, ഇതിൽ യാതൊരു സംശയവുമില്ല. മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? 3 കാര്യങ്ങളാണ് മരണമെന്ന് പറഞ്ഞാൽ. ഒന്നാമത്തേത്, മരണമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിന്റെ അവസാനാണ്. ദുനിയാവിൽ നിന്ന് നമ്മൾ വിരമിക്കലാണ് മരണം. രണ്ടാമത്തേത് പരലോകത്തിന്റെ തുടക്കമാണ്. മൂന്നാമത്തേത് സഹോദരങ്ങളെ, അമലുകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടലാണ്. പണ്ഡിതന്മാർ മരണത്തിനെ ഈ 3 കാര്യങ്ങളിൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ദുനിയാവിലെ അവസാനം, പരലോകത്തിന്റെ തുടക്കം, അമലുകളെല്ലാം അവസാനിക്കുന്ന, അത് മുറിക്കപ്പെടുന്ന രംഗം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമലിന് അവസരമില്ല. ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ. ഈ ഒരു രംഗം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് എങ്ങനെ ഉണ്ടാകും? അതിനുവേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മൾ അമലുകൾ, സൽക്കർമ്മങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിലയിരുത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ മരണം ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളുള്ള ഈ മരണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. സദാസമയം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുന്നതിനോടൊപ്പം അതിനുവേണ്ടി ഒരുങ്ങുകയും വേണം. അതിനുവേണ്ടി ഒരുങ്ങുവാൻ തരത്തിലുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകല ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിന്റെ ചിന്ത നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. മൻ അക്സറ ദിക്റൽ മൗതി ഖല്ല ഹസദുഹു വഫറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും മരണത്തിനെ കുറിച്ചുള്ള ചിന്ത അത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ അസൂയയും നകളിപ്പൊക്കെ കുറയുന്നതാണ്. ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം കുറയും. പരലോകത്തേക്ക് തയ്യാറെടുക്കുന്നതിനുള്ള പ്രോത്സാഹനം അവന് ലഭിക്കും. മരണത്തിനെ കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരു മുഅ്മിൻ ചെയ്യേണ്ട പണി. ഈ ദുനിയാവ് അത് നശ്വരമാണ്, അതിലുള്ളതെല്ലാം നശിച്ചു പോകും എന്ന് ബോധ്യപ്പെട്ട, പരലോകത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തിനെ കുറിച്ച് സദാ ഓർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചത്, അയ്യുൽ മുഅ്മിനീന അക്യസ്, അള്ളാഹുവിന്റെ റസൂലെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളയാളാരാണ്? സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണത്തിനെ കുറിച്ച് ഓർക്കുന്നയാളാണ്. ഏറ്റവും കൂടുതൽ മരണത്തിനെ കുറിച്ച് ഓർക്കുക എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുകയും ചെയ്യുന്നയാളുകൾ. മരണത്തിന്റെ ചിന്ത ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ നന്നായി ചിന്തിക്കുന്നുണ്ടാവും, ഓർക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടാമത് പറഞ്ഞത് ഏറ്റവും നന്നായി അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നൊരവസ്ഥ. ആ തയ്യാറെടുപ്പിന് സഹായകമാകുന്ന രീതിയിലുള്ള ചിന്ത നമുക്കുണ്ടാകണം എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ ഒരു വിശേഷണമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ പറഞ്ഞതായി കാണാം, ലൗ ഫാറഖ ദിക്റുൽ മൗതി
ഖശീതു അൻ യഫ്സുദ അലയ്യ ഖൽബി, എന്റെ ഹൃദയത്തിൽ നിന്നും മരണത്തിനെ കുറിച്ചുള്ള ചിന്ത അതെങ്ങാനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്റെ ഹൃദയം മലിനമാകും എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ്. മരണത്തിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതാകുമ്പോഴാണ് നമ്മൾ ഹൃദയത്തിലേക്ക് മോശമായ ചിന്തകൾ, തിന്മകളോടുള്ള താല്പര്യങ്ങൾ, നന്മകളോടുള്ള ഒരു മടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തയില്ലാതിരിക്കുമ്പോഴാണ്, മരണത്തിനെ കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സഹോദരങ്ങൾ, മരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിക്കും. പിന്നീട് നമുക്ക് ജീവിക്കാനുള്ളത് ബർസഖിലാണ്. ആ ബർസഖി ജീവിതം കേവലം ഒരു മയക്കം പോലെ മാത്രമായിരിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അല്ലാഹു പറയുന്നുണ്ട്, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തുണ്ടായി കഴിഞ്ഞാൽ ഖബറുകളിൽ നിന്ന് ഖബറാളികൾ, മരിച്ചുപോയ ആളുകൾ എഴുന്നേൽക്കുമെന്നാണ്. എന്നിട്ട് അവർ പറയും, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ. എന്തൊരു കഷ്ടമാണ്, ഞങ്ങളുടെ ഈ മയക്കത്തിൽ നിന്ന് ഞങ്ങൾ ആരാണ് എഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദ റഹ്മാൻ, റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്തത് ഇതാണ്. വസദഖൽ മുർസലൂൻ, അല്ലാഹു അയച്ച മുർസലീങ്ങളായ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ സത്യം പറഞ്ഞിരിക്കുന്നു. ഇത് കേവലം മയക്കം മാത്രമായിരിക്കുന്നതാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ആലോചിക്കുകയാണ്, ദുനിയാവിൽ എത്ര ജീവിച്ചു. 10ഉം 70ഉം 30ഉം 40ഉം കൊല്ലൊക്കെ ജീവിച്ച ആളുകൾ ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ചിന്തിക്കുകയാണ്, ദുനിയാവിൽ ഞങ്ങൾ എത്ര ജീവിച്ചു. പലരും പറയുന്നത് കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ. കുറച്ച് സമയം മാത്രം, ഒരു ദിവസത്തിന്റെ ചില സമയങ്ങൾ മാത്രമാണ് ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചത് എന്നവർ ചിന്തിച്ചു പോകുന്ന ചില ആളുകൾ പറയും, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ കുറഞ്ഞ ഭാഗം അതല്ലെങ്കിൽ ഒരു ദിവസം, അത് മാത്രമാണ് ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചത് എന്ന് അവർ പറയുന്നതാണ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞ ആളെ പരലോകത്തെത്തിയതൊക്കെ വെറും ഓർമ്മയാണ്. നമ്മൾ ഈ ജീവിച്ചു തീർത്ത ഈ ആയുഷ്കാലം മുഴുവൻ അത് വെറും സ്വപ്നം പോലെ മാത്രമാകുന്നതാണ്. അത് ദുനിയാവിൽ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ ഇരിക്കണ ഓരോരുത്തരും ഒന്ന് കണ്ണടച്ച് അവരെ പ്രായം ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര കൊല്ലം നമ്മളിവിടെ ജീവിക്കുന്നു? നമുക്കൊരു 30 വയസ്സായെങ്കിൽ നമ്മൾ ജനിച്ചിട്ട് ഈ 30 കൊല്ലം എങ്ങനെയാണ് കടന്നുപോയതെന്ന് കണ്ണുപൂട്ടി ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് വെറും സ്വപ്നം പോലെ നമുക്ക് ആയിത്തീരും. അതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. കേവലം സ്വപ്നം പോലെ മാത്രം ആയിത്തീരാനുള്ളൊരു ജീവിതാണിത്. നശിക്കാനുള്ള, മറന്നുപോകുന്ന, നശ്വരമായ, നൈമിഷികമായ സുഖങ്ങൾ മാത്രമുള്ള ജീവിതാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വില കൽപ്പിക്കാതെ ഈ ജീവിതത്തിൽ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ്. ഈ ദുനിയാവിന്റെ പളവളപ്പുകൾ, ദുനിയാവിലെ സൗകര്യങ്ങൾ, ഇതിൽ നമ്മൾ വഞ്ചിതരാകുവാൻ പാടില്ല. നമ്മളുടെ ജീവിതം, നമ്മളുടെ ആയുസ്, അതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മനുഷ്യരെ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാര്യത്തിൽ മഹാവഞ്ചകനായ പിശാചു നിങ്ങളെ വഞ്ചിച്ചു കളയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ദുനിയാവിന് അത്രമേൽ പ്രാധാന്യമേ കൽപ്പിച്ചിട്ടുള്ളൂ. അവിടുന്ന് പറഞ്ഞു, മാലി വലി ദുനിയ, എനിക്കും ഈ ദുനിയാവിലും തമ്മിൽ എന്ത് ബന്ധാണുള്ളത്? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹ. ദുനിയാവിൽ എന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ അവന്റെ യാത്രാമധ്യേ വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു തണൽ കണ്ടെത്തുകയും വിശ്രമത്തിന് ശേഷം ആ തണൽ ഉപേക്ഷിച്ച് അയാളുടെ യാത്ര തുടരുകയും ചെയ്ത ഒരാളെ പോലെയാണ് ദുനിയാവിൽ ഞാൻ. അത്രമാത്രം ബന്ധമേ എനിക്ക് ഈ ദുനിയാവുമായുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു ഉപദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ കഴിയുക, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ കഴിയുക. ഈ ഒരു ഉപദേശം ലഭിച്ചതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇടക്ക് പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു പ്രഭാതത്തിനെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ. നേരം പുലർന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമുണ്ട് എന്നതിനെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യാവസ്ഥ അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. വമിൻ ഹയാതിക ലിമൗതിക്. മരണം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനെ നീ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുവാനുള്ള ഒരു സങ്കേതം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ്. ഇല്ലം യഅമൽ ഹുനാ നദിമ ഹുനക. ഇവിടെ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരും എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, വഉദ്ദ നഫ്സക മിൻ അഹ്ലിൽ ഖുബൂർ. നീ സ്വയം ഖബറാളികളിൽ നിന്നെ ഉൾപ്പെടുത്തുക. ഖബറാളികളിൽ നിന്നെ ഉൾപ്പെടുത്തുക. സലഫുകളിൽപ്പെട്ട ചില ആളുകൾ, ചില തന്മാടികളായ ആളുകളെ ഉപദേശിക്കാൻ വേണ്ടി ഖബർസ്ഥാനിൽ കൊണ്ടുപോകുന്ന, എന്നിട്ട് ചോദിക്കും, ഈ ഖബറിൽ കിടക്കുന്ന ആളാണ് നീ എങ്കിൽ സാങ്കല്പികമായി ചിന്തിക്കുക, ഈ ഖബറിൽ കിടക്കുന്നയാൾ നീയാണ് എങ്കിൽ നീ എന്താണ് ആഗ്രഹിക്കുന്നുണ്ട്? അയാൾ പറഞ്ഞു, തിരിച്ചു ദുനിയാവിലേക്ക് മടങ്ങി വന്ന് അമലുകളൊക്കെ നന്നാക്കി നല്ലൊരാളായി മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. സലഫുകൾ തിരിച്ചു പറഞ്ഞു കൊടുക്കും, നീ ഇപ്പൊ ആഗ്രഹത്തിലല്ല ഉള്ളത്, ആ ആഗ്രഹം പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ ആ മരിച്ചു കിടക്കുന്ന, ആ ഖബറിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അവർക്ക് സാധിക്കാത്തത് നിനക്കിന്ന് സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഫഇന്നക ലാ തദ്രി മസ്മുക ഗദാ. നിനക്കറിയില്ല നാളെ നിന്റെ പേര് എന്താകുമെന്ന് നിനക്കറിയില്ല. നീ മരിച്ച മയ്യത്താകുമോ, നീ ഇപ്പൊ സ്വീകരിച്ച നിന്റെ പേരിൽ തന്നെ നീ അവശേഷിക്കുമോ എന്ന് നിനക്കറിയില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാൽ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഹാദൽ ഹദീസു അസ്ലുൻ ഫീ ഖസറിൽ അമൽ ഫി ദുനിയ വഅന്നൽ മുഅ്മിന ലാ യൻബഗി ലഹു അൻ യത്തഖിദ الدنيا وطنا ومسكنا فيطمئن بها ولكن ينبغي أن يكون فيها كأنه على جناح سفر يهيئ جهازه للسفر. അദ്ദേഹം പറയാണ്, ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പാഠം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവിലുള്ള പ്രതീക്ഷകൾ കുറക്കുന്ന വിഷയത്തിലുള്ള പ്രോത്സാഹനം ഇതിൽ നമുക്ക് ലഭിക്കാൻ പറ്റും. ദുനിയാവിലെ ആഗ്രഹങ്ങൾ അത് കുറക്കുന്ന വിഷയം, അതിനുള്ള അടിസ്ഥാന ഹദീസാണിത്. അതേപോലെ തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവന്റെ സ്ഥിരവാസ കേന്ദ്രമാക്കാൻ, അതിനെ കെട്ടിപ്പടുക്കുവാൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് യോജിച്ച കാര്യമല്ല. ദുനിയാവും ദുനിയാവിലെ വളവളപ്പുകളും അതിലെ സുഖങ്ങളും അതിൽ തൃപ്തി അടഞ്ഞ് ഇത് ഒരു സ്ഥിരവാസ കേന്ദ്രമാക്കി സ്വീകരിക്കാന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ്. ഒരു മുഅ്മിൻ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു യാത്രക്കാരനെ പോലെയാണ്. ഏത് സമയവും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു യാത്രക്കാരനെ പോലെയാണ് മുഅ്മിൻ ദുനിയാവിനെ കാണേണ്ടത്. അവൻ ആ യാത്രക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം എന്ന് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് മുൻഗാമികൾ അവർ അവരുടെ സമൂഹത്തിനെ ഉപദേശിച്ചിരുന്ന കാര്യമായിരുന്നു, അവർക്ക് ബോധ്യപ്പെട്ട കാര്യമായിരുന്നു. ബനൂ ഇസ്രായേലിൽപ്പെട്ട നല്ലവരായ ഒരു വ്യക്തി അവരുടെ സമൂഹത്തിനോട് ഉപദേശിക്കുന്ന കാര്യം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കേവല വിഭവങ്ങൾ മാത്രമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം, നിലനിൽക്കുന്ന ജീവിതം,
അത് പരലോക ജീവിതമാണ്. എന്താണ് ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന ഈ വിഭവങ്ങൾ, ഈ കാണുന്ന അലങ്കാരങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ്? അള്ളാഹു പറഞ്ഞു, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ദുനിയാവിലുള്ള ഈ ഭൂമുഖത്തുള്ള സകലതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സീനത്താക്കിയിരിക്കുന്നു എന്നാണ്. എന്തിനു വേണ്ടി? ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദാറുബ്തിലാ, പരീക്ഷണത്തിന്റെ ഭവനാണ്, പരീക്ഷണമാണ്. ഈ കാണുന്ന സീനത്തുകൾ, ഈ കാണുന്ന അലങ്കാരങ്ങൾ, ഇവിടെയുള്ള ഭംഗിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹു പരീക്ഷണത്തിനു വേണ്ടി ദുനിയാവിനെ സീനത്തായി നിശ്ചയിച്ചതാണ്. തൊട്ടടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا صَعِيدًا جُرُزًا. ഈ സീനത്തുകളെയെല്ലാം, ഈ കാണുന്ന ഭംഗികളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തുള്ള സകലതിനെയും തരിശുഭൂമിയാക്കും. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ മൊട്ട ഭൂമിയാക്കി മാറ്റുന്നതാണ്. ഒരു കയറ്റമോ ഇറക്കമോ ഇല്ലാത്ത രൂപത്തിൽ, ഒരു വൃക്ഷമോ നദിയോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരൊറ്റ വിശാലമായൊരു ഭൂമിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ മാറ്റും. ഇതിലൊന്നും ഉണ്ടാകൂല. പറഞ്ഞു വന്നത് ഈ ജീനത്തുകളൊക്കെ നശിക്കാനുള്ളതാണ്. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് നശിച്ചു പോകാനുള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് ഉണർത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ജനതയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇഅ്ബറൂഹ വലാ തഅ്മുറൂഹ. നിങ്ങൾ ഈ ദുനിയാവിനെ കെട്ടിപ്പടുക്കാതെ ദുനിയാവിൽ നിന്ന് കടന്നു പോകുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, മൻ ദല്ലദി യബ്നി അലാ മൗജിൽ ബഹ്രി ദാറൻ തിൽകുമുദ് ദുനിയ ഫലാ തത്തഖിദൂഹാ ഖറാറ. ആരാണ് തിരമാലകൾക്കുമേൽ വീടുകൾ നിർമ്മിക്കാറുള്ളത്? കടലിലെ തിരമാലകൾക്ക് മേൽ ആരെങ്കിലും വീടുകൾ നിർമ്മിക്കാറുണ്ടോ? ഇല്ല. തിൽകുമുദ്ദാർ, അതുപോലെയാണ് ദുനിയാവ്. എന്നാൽ ഫലാ തത്തഖിദൂഹാ ഖറാറ, അതിനെ നിങ്ങൾ സ്ഥിരവാസത്തിനുള്ള കേന്ദ്രമാക്കി സ്വീകരിക്കരുത് എന്നാണ്. ഒരിക്കൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു എന്നാണ്. ഫജഅല യുഖല്ലിബു ബസറഹു ഫീ ബൈതിഹി. അയാൾ വന്ന് വീട്ടിലേക്ക് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, യാ അബാ ദർരിൻ ഐന മതാഉകും. അബൂദർ, താങ്കളുടെ വീട്ടിലെ വിഭവങ്ങളൊക്കെ എവിടെയാണ്? വീട്ടിൽ വന്നു നോക്കിയപ്പോൾ വിഭവങ്ങളൊന്നും കാണാനില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നലനാ ബൈതൻ നുവജ്ജിഹു ഇലൈ. ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട്, അവിടേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്ന്. മുൻഗാമികൾ ദുനിയാവിന് കൊടുത്തിരുന്ന ഒരു വിലയതാണ്. ഇതേ സംഭവങ്ങൾ മറ്റു സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അവർ വീട്ടിൽ വന്നു, വീട്ടിലൊന്നും തന്നെ ഇല്ല. അപ്പോ വീട്ടിലേക്ക് വന്ന ആളുകൾ ചോദിച്ചു, ഇന്നാ നറാ ബൈതക ബൈതു മുർതഹിലിൻ. ഇവിടുന്ന് വിട്ടുപോകാനുള്ള, സ്ഥലം കാലിയാക്കി പോകാനുള്ള ഒരാൾ വീട് പോലെ ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. അത്രമാത്രം ദുനിയാവിനോട് വിരക്തി ഉണ്ടായിരുന്ന, ദുനിയാവിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആളുകളായിരുന്നു നമ്മുടെ സലഫു സാലിഹീങ്ങൾ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറയാറുണ്ടായിരുന്നു, ഇന്ന ദുനിയ ലൈസത് ബിദാരി ഖറാരിക്കും കതബല്ലാഹു അലൈഹൽ ഫനാ ഫഅഹ്സിനു മിൻഹാ അർരിഹ്ലത ബിഅഹ്സനി മാ ബിഹദ്റതികും മിനൻ നഖല വതസവ്വദു ഫഇന്ന ഖൈറസ് സാദി തഖ്വ. അദ്ദേഹം പറയാണ്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരം താമസിക്കേണ്ട ഒരു ഭവനല്ല. അള്ളാഹു ഇത് നശിച്ചു പോകുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ തിരിച്ചു പോകാനുള്ള യാത്രക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക, തഖ്വ കൊണ്ട് നിങ്ങൾ വിഭവമൊരുക്കുക എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അദ്ദുനിയ ഖംറു ശൈത്താൻ മൻ സകറ മിൻഹാ ലം യഫിഖ് ഇല്ലാ ഫി അസ്കരിൽ മൗത നാദിമൻ മഅൽ ഖാസിരീൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ലഹരിയാണ്. ആരെങ്കിലും ആ ലഹരിയിൽ നിന്ന് മത്തുബാധിച്ചവനായോ അവൻ മരണത്തിന്റെ സൈനികർക്കൊപ്പമല്ലാതെ, അവർ വരുമ്പോഴല്ലാതെ അതിൽ നിന്ന് ബോധം തെളിഞ്ഞ് ശരിയാവുകയില്ല എന്ന്. ദുനിയാവിന്റെ മത്ത് തലക്ക് പിടിച്ചവൻ, അവന് പിന്നെ ബോധോദയമുണ്ടാവുക മരണത്തിന്റെ മലക്കുകൾ അവർ വരുമ്പോഴാണ് എന്നാണ്.
അങ്ങനെ അവൻ ഖേദിക്കുന്ന നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്ന് യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. മുഹമ്മദ് ഇബ്നു വാസിഅ റഹിമഹുള്ളയിൽ നിന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ചൊരു വാക്ക് കാണാം. അദ്ദേഹത്തിനോട് ചോദിച്ചു, കൈഫ അസ്ബഹ്ത, എങ്ങനെയുണ്ട്, എന്താണ് വിശേഷം എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി, മാ അظنك برجل يرتحل كل يوم مرحلة الى الاخره, ഓരോ ദിവസവും കുറേശ്ശെയായി പരലോകത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കാര്യം അത് ഇത്ര വലിയ അത്ഭുതം എന്താണ്, അതിൽ ചോദിക്കാൻ എന്താണുള്ളത്, ആ കാര്യത്തിൽ നിനക്കെന്താണ് എന്ന് അദ്ദേഹം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇതൊക്കെ പറയുന്നത് സലഫുകൾ ഈ ദുനിയാവിനെ കണ്ടിരുന്നത് ഈ രൂപത്തിലാണ്. സദാസമയം ദുനിയാവിന്റെ നിസ്സാരത, പരലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിൽ ഉറപ്പിച്ച അവസ്ഥയിലായിരുന്നവർ. എന്താണ് വിശേഷം ചോദിക്കുമ്പോൾ പറയണത് എന്താ, ഓരോ ദിവസവും കുറേശ്ശായിട്ട് പരലോകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് സലഫുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ വിട പറയുന്നവൻ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക, ഇനിയൊരു നിസ്കാരമല്ല എന്ന രൂപത്തിൽ നിസ്കരിക്കുക എന്നാണ്. നിസ്കാരത്തിന്റെ ഖുശൂഅ് അത് കൂട്ടുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. മാത്രമല്ല, ആ ഉപദേശത്തിൽ നിന്നും മറ്റു പല ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിസ്കാരം അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്നാൽ അവസാനത്തെ നിസ്കാരമാണെന്ന രീതിയിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മരണം, സഹോദരങ്ങളെ, അത് നമ്മൾ അടുത്തു തന്നെയുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഅജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്നൽ മൗത ലൈസ ലഹു സിന്നും മഅലൂം വലാ സമനുൻ മഅലൂം വലാ മറദുൻ മഅലൂം വദാലിക ലിയകൂനൽ മർഉ അലാ അഹിബ്ബതി മിൻ ദാലിക മുസ്തഇദ്ദൻ ലിദാലിക. ഈ ഉമ്മത്തിലെ ആളുകൾ ഒരുമിച്ച, അവർക്കിടയിൽ ഏകോപനമുള്ള കാര്യമാണ് മരണത്തിനൊരു പ്രത്യേകിച്ച് വയസ്സില്ല, പ്രത്യേകിച്ചൊരു കാലമില്ല, അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു രോഗമൊന്നുമില്ല. എങ്ങനെയാണ് അള്ളാഹു മരണത്തിന്റെ കാര്യം നിശ്ചയിച്ചിട്ടുള്ളത്? മരണത്തിനൊരു രോഗമുണ്ടോ? ഒരു പ്രത്യേകിച്ച് കാലമുണ്ടോ? ഒരു പ്രത്യേക വയസ്സുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു ഇങ്ങനെയാണ് മരണത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിശ്ചയിച്ചത്? ഓരോ വ്യക്തിയും ഏത് നിമിഷവും അതിനു വേണ്ടി തയ്യാറെടുക്കുകയും ആ ഒരു ചിന്തയിൽ ജീവിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഏത് നിമിഷവും നമുക്ക് മരണം വന്നെത്താം. മരണം നമ്മളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപസ്ഥമാണ് എന്നാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിലേക്ക് ഉദ്ധരിക്കപ്പെട്ട, അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട ചില വരികളിൽ ഇപ്രകാരം കാണാം. പറഞ്ഞു, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തഖ്വ അത് ഉൾക്കൊണ്ടുകൊണ്ട്, തഖ്വ നേടിക്കൊണ്ട് പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുക. ഈ രാത്രി മാഞ്ഞു പോയി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു പകലുണ്ട് എന്ന് നീ വിചാരിക്കേണ്ടതില്ല. فكم من فتى أمسى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري. എത്രയെത്ര യുവാക്കളാണ് രാവിലും വൈകുന്നേരവുമായി കളിച്ചും ചിരിച്ചും നടക്കുന്നത്. അവർ അറിഞ്ഞിട്ടില്ല അവരുടെ കഫൻ പുടവ തുന്നപ്പെട്ട കാര്യം അവർ അറിഞ്ഞിട്ടില്ല എന്ന്. وكم من صغار يرتجى طول عمرهم وقد أدخلت أجسادهم ظلمة القبر. എത്രയെത്ര ചെറിയ കുട്ടികളാണ് അവരുടെ മാതാപിതാക്കൾ അവരുടെ ദീർഘായുസ് കൊതിച്ചിരുന്ന ചെറിയ കുട്ടികൾ. ആ ചെറിയ കുട്ടികൾ ഇന്ന് ഖബറിന്റെ ഇരുട്ടറകളിലേക്ക് വെക്കപ്പെട്ടിട്ടുണ്ട്. وكم من صحيح مات من غير علة وكم من سقيم عاش حينا من الدهر. ഒരു രോഗവുമില്ലാത്ത ആളുകൾ പെട്ടെന്ന്, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുകയാണ്. എന്നാൽ രോഗികളായ ആളുകൾ അവർ ഒരുപാട് കാലം ജീവിക്കുക. അപ്പൊ അതൊക്കെ സഹോദരങ്ങൾ, നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, ഇതിൽ വഞ്ചിതരായി, ദുനിയാവിൽ വഞ്ചിതരായി പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഇത് പറഞ്ഞത്. ഇനി മരണം കഴിഞ്ഞു. മരണം അത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അതൊരു അവസാനമല്ല, അത് യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. അവസാനിക്കാത്ത പരലോക ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് മരണം എന്ന് പറഞ്ഞാൽ. മരിച്ചു കഴിഞ്ഞാൽ ഖബർ ജീവിതമുണ്ട്. ആ ഖബറിൽ
സുരക്ഷിതമായി അവിടെ കിടക്കണമെങ്കിൽ അഅ്മാലുൻ സാലിഹ, സൽക്കർമ്മങ്ങൾ അനിവാര്യമാണ്. സൽക്കർമ്മങ്ങളല്ലാതെ അവിടെ നമുക്ക് ഉപകരിക്കുകയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, അദ്ദേഹം ഖബറിനരികിൽ നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നനഞ്ഞു കുതിരുമാർ അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്ന്. അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, തദ്കുറുൽ ജന്നത വന്നാർ ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ, സ്വർഗത്തിനെയും നരകത്തിനെയും കുറിച്ച് താങ്കൾ ഓർക്കാറുണ്ട്, പക്ഷെ താങ്കൾ കരയാറില്ല. എന്നാൽ ഖബറിന്റെ അരികിൽ വരുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് കരയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്നാൽ അത് പരലോകത്തിലേക്കുള്ള ആദ്യ ഭവനമാണ്, ആദ്യ പടിയാണ്. فإن نجا منه فما بعده أيسر. ആ ഖബർ ജീവിതത്തിൽ ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ളത് വളരെ എളുപ്പമായിരിക്കും. وإن لم ينج فما بعده أشد منه. അവിടെ വിജയിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷമുള്ളത് അതിനേക്കാൾ കഠിനമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ദഉ മിൻ. ഖബറിനേക്കാൾ ഭീതിജനകമായ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഖബറിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കാനുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽപ്പെട്ട ഒരാളുടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ട്. കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥാനത്തുള്ള മണ്ണ് വരെ നനഞ്ഞിട്ടുണ്ട് എന്ന് നോക്കണം നിങ്ങൾ. ഒരാൾ കരയാന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞാൽ എത്രത്തോളം കരയും? താടിരോമം നനഞ്ഞു കുതിർന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് അവിടെ ഇരിക്കുന്ന സ്ഥലം അവിടുത്തെ മണ്ണ് നനഞ്ഞു എന്നാണ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. എന്നിട്ട് സ്വഹാബികൾക്ക് മുന്നിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമിസ്ലി ഹാദൽ യൗം ഫഅഇദ്ദു, ലിമിസ്ലി ഹാദൽ യൗം ഫഅഇദ്ദു. ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാവുക. സൽക്കർമ്മങ്ങൾ അത് ചെയ്തുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ആ ഖബറിന്റെ ഭീതി കാരണം കരഞ്ഞു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. ആ ഖബറിന്റെ ഭയാനകത എന്താണ്? സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിന്റെ മേൽ, പരലോകത്തിന്റെ മേൽ ദുനിയാവിന് അമിതമായി പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു പറഞ്ഞ കാര്യമാണ്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നാൽ നിങ്ങൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, എന്തുകൊണ്ടും പരലോകമാണ് ഖൈറും എന്നൊന്നും നിലനിൽക്കുന്നത്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, യൂലദൂന ലിൽ മൗത്ത്, മനുഷ്യർ മരിക്കുന്നതിനു വേണ്ടി, മരണത്തിനു വേണ്ടി ജനിക്കപ്പെടുന്നു. വയുഅമ്മിറൂന ലിൽ ഖറാബ്, നശിച്ചു പോകാനുള്ള കാര്യങ്ങൾ അവർ കെട്ടിപ്പടുത്തുയർത്തുന്നു. വയഹ്രിസൂന അലാ മാ യഫ്ന, നശിച്ചു പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ പരിശ്രമിക്കുന്നു. വയത്രുകൂന മാ യബ്ഖാ, എന്നൊന്നും നിലനിൽക്കുന്ന പരലോകത്തിന് അവർ ഉപേക്ഷിക്കുന്നു. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ദുനിയാവിന്റെ പിന്നിൽ പോയി പരലോകം നഷ്ടപ്പെടുന്ന, പരലോകം കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ സ്വയം പരിശോധിക്കുക. എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നു? എന്താണ് പരലോകത്തിന് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി, നമ്മുടെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നമ്മൾ പരിശോധിക്കുക. അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക,
നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. ഇവിടെ നോക്ക്, നാളെ എന്നാ പറഞ്ഞേ. നാളെ എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്ന പരലോകാണ്. അപ്പൊ പരലോകത്തിന് അത്രയും അടുപ്പിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പരലോകം നാളെയാണോ? നാളെയാകാം. നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരലോകം ഇവിടെ ആരംഭിക്കുകയാണ്. അള്ളാഹു അത്രയും അടുപ്പിച്ചിട്ടാണ് പരലോകത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. നാളേക്ക് വേണ്ടി ഞാനും നിങ്ങളും ചിന്തിക്കുക. പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് സമ്പാദിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. വസിനുഹ ഖബ്ല അൻ തുസൻ. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കർമ്മരേഖകൾ, നമ്മളെ തന്നെ, നമ്മളുടെ അമാലുകൾ, കർമ്മങ്ങൾ ഇതിനെ തൂക്കപ്പെടും. ആ മീസാനിന്റെ രംഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് കണക്ക് കൂട്ടി നോക്കുക, ഒന്ന് തൂക്കി നോക്കുക. എന്റെ നന്മ എത്രയാണ്, തിന്മ എത്രയാണ്, ഞാൻ എത്ര കാലം ഇവിടെ ജീവിച്ചു, നന്മയാണോ തിന്മയാണോ കൂടുതൽ? വസിനൂഹ ഖബ്ല അൻ തൂസൻ. നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കുക എന്നാണ്. വതഹയ്യഉ ലിൽ അർദിൽ അക്ബരി അലല്ലാഹ്. നമ്മൾ പ്രവർത്തിച്ച ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മഹാപ്രദർശനത്തിന്റെ ദിവസം വരാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക എന്നാണ്. ദുനിയാവിൽ സ്വയം വിചാരണ നടത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തിയവർക്ക് നാളെ പരലോകത്തിലെ വിചാരണ എളുപ്പമാകും എന്ന് അദ്ദേഹം പറയാൻ. നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും നാളെ പരലോകത്ത് അത് വെളിപ്പെടും. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. സലഫുകളിൽ പല ആളുകളും കരഞ്ഞ് പാരായണം ചെയ്ത, അങ്ങേയറ്റം ചിന്തിച്ച് പാരായണം ചെയ്ത, ഒരുപാട് ആലോചിച്ച് കരഞ്ഞൊരായത്താണിത്. വബദാലഹും, അവർക്ക് വെളിവാകും, മാ ലം യകൂനു യഹ്തസിബൂൻ, അവർ കണക്ക് കൂട്ടാത്ത, അവർ പ്രതീക്ഷിക്കാത്ത പലതും അവർക്ക് മുന്നിൽ വെളിവാകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അതിനുവേണ്ടി തയ്യാറെടുക്കാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ. ദുനിയാവ് അത് പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ. ദുനിയാവ് അത് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കണം. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില. ദുനിയാവ് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പരലോകം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. നിങ്ങൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടുക. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടാതിരിക്കുക. കാരണം ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്ന് പ്രവർത്തിക്കാനുള്ള അവസരമാണ്, ഇന്നിവിടെ വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ. നാളെ വിചാരണയാണ്, അവിടെ പ്രവർത്തിക്കാൻ അവസരമില്ല എന്നുള്ളതാണ്. ഈ ഒരു അസറിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, അജിബ്തു മിമ്മനി ദുനിയ മുവല്ലിയത്തുൻ അൻഹു വൽ ആഖിറത്തു മുഖ്ബിലത്തുൻ ഇലൈഹി യസ്തഗ്ഹിറു ബിൽ മുദ്ബിറതി വയഅരിദു അനിൽ മുഖ്ബില. പരലോകം അവനിൽ നിന്ന് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് ഒരുവനിൽ നിന്ന്, പരലോകം ഒരുവനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് ഒരുവനിൽ നിന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുവൻ തീർന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നു, അതുപോലെ തന്നെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ. തീർന്നുകൊണ്ടിരിക്കുന്ന ദുനിയാവിന് വേണ്ടി പണിയെടുക്കാൻ, എന്നാൽ അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന പരലോകത്തിനെ അവഗണിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യം വളരെ അത്ഭുതം എന്ന് പണ്ഡിതന്മാർ പറയാം.
അപ്പൊ സഹോദരങ്ങൾ, നമ്മൾ ഈ ദുനിയാവിലെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. നമ്മളുടെ ഈ ആയുസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ വിനിയോഗിച്ചത് എന്ന് അല്ലാഹു ചോദിക്കും. അൻ ഉംരിഹി ഫീമ അഫ്ന അൻ ശബാബിഹി ഫീമ അബ്ല. നമ്മുടെ യുവത്വം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി, നമ്മുടെ ആയുസ് എന്തിനു വേണ്ടി നമ്മൾ ത്യജിച്ചു, അല്ലാഹു ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ, ഉത്തരം പറയാതെ ഒരുവന്റെ ഖദമും ഒരുവന്റെ കാൽപാദവും അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് അനക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഒരിക്കൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു പ്രായമുള്ള ആള് വന്നു. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, 60 വയസ്സായി. 60 വയസ്സായി താങ്കൾ അള്ളാഹുലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാൻ, ഇതാ അള്ളാഹുവിലേക്ക് മടങ്ങാനായിട്ടുണ്ട്. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, വിശദീകരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ നൃത്തമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരുവൻ, അവൻ അറിയണം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അള്ളാഹു ചോദിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ ചില ചോദ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന്. ആ പ്രായമുള്ള വ്യക്തി ഫുദൈൽ ഇബ്നു ഇയാദിനോട് ചോദിച്ചു, അപ്പൊ എന്താണ് ഒരു പോംവഴി, അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇനിയുള്ള ജീവിതം നന്നാക്കുക. ഇനിയുള്ള ജീവിതം നന്നാക്കി കഴിഞ്ഞാൽ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതും അള്ളാഹു പുറത്തു തരും. ഇനിയുള്ള ജീവിതം വീണ്ടും മോശമായ അവസ്ഥയാണ് എങ്കിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടും. മഹത്തായ ഉപദേശമാണ്, മാറുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള മഹത്തായ ഉപദേശമാണ്. സഹോദരങ്ങൾ, നമ്മുടെ ഖബറിൽ, നാളെ പരലോകത്ത് നമ്മുടെ അമലുകളല്ലാതെ മറ്റൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല. നല്ല അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നല്ല കൂട്ടാളിയായി നാളെ ഖബറിൽ ഉണ്ടാകും. മോശം അമലാണ് എങ്കിൽ അത് മോശം കൂട്ടാളിയായി നമ്മുടെ ഖബറിൽ ഉണ്ടാകും. ഹദീസുകളിൽ വന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഹാത്തിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഞാൻ പടപ്പുകളിലേക്ക് നോക്കിയപ്പോൾ അനേകം ആളുകൾക്കും കൂട്ടുകാരുണ്ട്. അവരുടെ കൂട്ടുകാരൊക്കെ ഖബറിലേക്ക് എത്തുമോ എന്നുള്ളത് കൂടി ഞാൻ ചിന്തിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ആരും ഖബറിൽ ഉണ്ടാകൂല. അപ്പൊ ഖബറിലെത്തുന്ന കൂട്ടുകാരൻ ആരാണ്? ഖബറിലെത്തുന്ന കൂട്ടുകാരൻ നല്ല കർമ്മങ്ങൾ മാത്രമാണ്. അപ്പോൾ നല്ല കർമ്മങ്ങളെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചു എന്ന് ഇമാം ഹാത്തിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും ഖൈറായ സാദ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സ്വഹാബികളുടെ ഖബറുകളുള്ള ഒരു സ്ഥലത്തെത്തി. അവരോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ മിനൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അൻതും ലനാ സലഫുൻ. അവരോട് സലാം പറഞ്ഞ് അവരോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് മുൻപേ പോയ ആളുകളാണ്, നിങ്ങളുടെ അതേ സ്ഥാനത്തേക്ക് ഞങ്ങളും വരാനുണ്ട്. എന്നിട്ട് അദ്ദേഹം ഖബറാളികളോടായി പറഞ്ഞു, അഹ്ലൽ ഖുബൂർ അമ്മദ്ദിയാറു ഫഖദ് സുകിനത് വ അമ്മൽ അംവാലു ഫഖദ് ഖുസിമത് വ അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്. ഖബറാളികളെ, നിങ്ങളിവിടെ ഉപേക്ഷിച്ചു പോയ നിങ്ങളുടെ ഭവനങ്ങളിൽ മറ്റുള്ള ആളുകൾ താമസം ആരംഭിച്ചു. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വീതം വെക്കപ്പെട്ടു. നിങ്ങളുടെ ഇണകൾ മറ്റുള്ള ആളുകൾ അവരെ വിവാഹം ചെയ്തു. ഇതൊക്കെയാണ് ഖബറാളികളെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഖബറാളികളെ, നിങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം കൂടെയുള്ള ആളുകളേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലൗ ഖാലു, അല്ലാഹു തന്നെയാണ് സത്യം, അവർക്ക് പറയുവാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, വജദന അന്ന ഖൈറസ് സാദി തഖ്വ, ഏറ്റവും ഖൈറായ സാദ് തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളാണ് ഇവിടെ ഉപകരിക്കുകയുള്ളൂ എന്ന് അവർ പറയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് ദുനിയാവ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, പരലോകം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പരലോകത്തിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ 3 ദിവസങ്ങളാണ്. 3 ദിവസങ്ങളാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഒന്ന് ഇന്നലെയാണ്,
ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെയുള്ള കാര്യങ്ങൾ ഇന്നലെയുമായി കടന്നുപോയി എന്ന് തിരിച്ചു ലഭിക്കൂല. പിന്നുള്ളത് നാളെയാണ്. നാളെ എന്നുള്ളത് നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. പിന്നെ ആകെ ബാക്കിയുള്ള ഇന്നേ ദിവസമാണ്. അതിൽ നീ പരമാവധി പണിയെടുക്കുക. മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള വൃദ്ധരായ ആളുകളെ നോക്കി പറഞ്ഞു, വൃദ്ധരായ ആളുകളെ, കൃഷി അത് പാകമായി കഴിഞ്ഞാൽ അതിനെന്താണ് ബാക്കിയുള്ളത്? അവർ പറഞ്ഞു, കൃഷിക്ക് ബാക്കിയുള്ളത് അത് പാകമായി കഴിഞ്ഞാൽ അതിനെ കൊയ്ത്ത് നടത്തുക എന്നുള്ളതാണ്. പ്രായമുള്ള ആളുകൾക്ക് അവർ ഉപദേശം നൽകിയതാണ്. അവർക്ക് മരണത്തിനെ പറ്റിയുള്ള സൂചന കൊടുത്തതാണ്. യുവാക്കളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, യുവാക്കളെ, ചില കൃഷികൾ അത് വിളവെടുപ്പ് നടത്തുന്നതിന് മുമ്പ് അതിന് അസുഖങ്ങൾ ബാധിക്കുകയും അത് നശിച്ചു പോവുകയും ചെയ്തിട്ടില്ലേ? ഉണ്ട്. അത് യുവാക്കൾക്കുള്ള മുന്നറിയിപ്പാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള യുവാക്കൾക്കും വൃദ്ധർക്കും നൽകിയ ഉപദേശമാണ്. ഇബ്നു സമ്മാക്ക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അദ്ദുനിയ കുല്ലുഹാ ഖലീൽ, ദുനിയാവ് മുഴുവൻ കുറച്ച് മാത്രമേ ഉള്ളൂ. വല്ലദീ ബഖിയ മിൻഹാ ഖലീൽ, ആ മൊത്തത്തിലുള്ള ആ അല്പത്തിൽ ഇനി ബാക്കിയുള്ളത് വളരെ അല്പം മാത്രമാണ്. വല്ലദീ മിനൽ ബാഖി ഖലീലുൻ വലം യബ്ഖി മിൻ ഖലീലിക ഇല്ലാ ഖലീൽ, ദുനിയാവ് മൊത്തത്തിൽ ബാക്കിയാണ്. ആ മൊത്തത്തിൽ അല്പമുള്ളതിൽ നിന്ന് ഇനി കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ അവശേഷിക്കുന്ന അല്പത്തിൽ നിന്ന് നിനക്ക് കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ നിനക്ക് അവശേഷിക്കുന്ന ആ കുറച്ചു ഭാഗത്തിൽ ഇനി ബാക്കിയുള്ളത് അതിലും കുറച്ചാണ് എന്ന് ചിന്തിക്കേണ്ട വാക്കാണ്. നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഇനി എത്രത്തോളം ബാക്കിയുണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങി പരലോകത്തിനു വേണ്ടി പണിയെടുത്ത് ഇനി അവശേഷിക്കുന്ന ദിനരാത്രങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കുല്ലു യൗമിൻ യഈശുഹുൽ മുഅ്മിനു ഗനീമ, ഒരു മുഅ്മിൻ ജീവിക്കുന്ന ഓരോ ദിവസവും അവന് ഗനീമത്താണ്. അവന് ഗനീമത്താണ്, വിലപിടിപ്പുള്ള സമ്പത്താണ്. അത് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന, കൂടുതലായി ലഭിക്കുന്ന ഓരോ ദിവസവും ആ രൂപത്തിൽ നമ്മൾ കണക്കാക്കണം. അബൂബക്കർ അൽ മുസ്നി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ മിൻ യൗമിൻ അഖ്റജഹു അല്ലാഹു ഇല ദുനിയ ഇല്ലാ യഖൂൽ യ ഇബ്ന ആദം ഇഗ്തനംനി ലഅല്ലഹു ലാ യൗമ ലക ബഅദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും ദുനിയാവിലേക്ക് അയക്കുന്ന ഓരോ ദിവസവും പറയുമെന്ന്, മനുഷ്യ, നീ എന്നെ പരമാവധി മുതലെടുക്കുക, പരമാവധി എന്നെ നീ ഉപയോഗപ്പെടുത്തുക. കാരണം ഈ ദിവസത്തിന് ശേഷം ചിലപ്പോൾ നിനക്ക് വേറൊരു ദിവസം ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു ഈ ദുനിയാവിലേക്ക് ഇറക്കുന്ന ഓരോ ലൈലത്തും ഓരോ രാത്രിയും പറയും, ഇഖ്തനിംനി, നീ എന്നെ മുതലാക്കിക്കൊള്ളുക, എന്നെ പരമാവധി നീ ഉപയോഗപ്പെടുത്തുക. ലഅല്ലഹു ലാ ലൈലത ബഅദി, ഇതിനുശേഷം നിനക്കൊരു രാത്രി ഉണ്ടായിരിക്കുകയില്ല എന്ന് ഓരോ രാത്രിയും ഓരോ ദിവസവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്തിനു വേണ്ടി ഒരുങ്ങുക. ദുനിയാവിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പരലോകം, അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പരലോകത്തിനു വേണ്ടി പണിയെടുക്കുക. ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ, അല്ലാഹുവിന്റെ ശിക്ഷ, അല്ലാഹുവിന്റെ പുടുത്തം അത് വരുന്നതിന് മുമ്പ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊട്ടെന്നായിരിക്കും നമ്മളിലേക്ക് അയക്കുക. നമ്മൾ അറിയാതെയായിരിക്കും ആ പുടുത്തം ഉണ്ടാവുക. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക. മരണം മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഖേദിച്ചിട്ട് കാര്യമില്ല. മടക്കണമെന്ന് ആവശ്യപ്പെട്ട് കെഞ്ചിയിട്ട് കാര്യമല്ല, മടക്കുകയില്ല, മടക്കപ്പെടുകയില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിപ്പിക്കുകയില്ല. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അല്ലാഹുവിലേക്ക് അടുക്കുക. വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്,
ആകാശഭൂമിയേക്കാൾ പ്രവിശാലമായ സ്വർഗം, അതിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിക്കുക. ശാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ മത്സരിക്കുക, ധൃതിയിൽ പോവുക. ബാദിറൂ ബിൽ അഅമാൽ ഫിതനൻ കഖിത്ഇൽ ലൈലിൽ മുദ്ലിം, കൂരാകൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ വരികയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിത്ന കഴിഞ്ഞാൽ അടുത്ത ഫിത്ന വരികയാണ്. ആ കാലഘട്ടം വന്നാൽ നിങ്ങൾ അമലുമായി മുന്നേറുക എന്നാണ്. അഅമാലു സ്വാലിഹാത്തുകളുമായി, സൽക്കർമ്മങ്ങളുമായി മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلى وأعلم. صلى الله وسلم وبارك على عبده ورسوله وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.